നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുന്നത് ADGP MR അജിത് കുമാറും RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. അതിൽ ഈ നിമിഷം വരെയും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചോദിച്ചില്ല, അല്ലെങ്കിൽ നടപടി എടുത്തില്ല എന്ന ചോദ്യമുയർന്നു. ഒപ്പം നടൻ നിവിൻ പോളി പ്രതിയായ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന വാർത്ത വരുന്നു. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം ഇന്നും പരിഹരിക്കാനായിട്ടില്ല എന്നത് അവിടെ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സ്റ്റാറ്റ്സ് ജീവനക്കാരുടെ പ്രതിഷേധം വിമാനങ്ങൾ വൈകാൻ ഇടയാക്കുന്നു എന്ന വാർത്തയും ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും മൗനം പാലിച്ച് മുഖ്യമന്ത്രി. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP തന്നെ സമ്മതിച്ചിട്ടും നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും കടുത്ത അതൃപ്തിയുണ്ട്. PV അൻവർ കൊളുത്തിവിട്ടതാണെങ്കിലും MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലാണ്. TP സെൻകുമാറുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ പരിഹസിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സെൻകുമാർ RSS പാളയത്തിലാണെന്ന് പറഞ്ഞായിരുന്നു അന്ന് പിണറായി വിജയൻ പ്രതിരോധം തീർത്തത്. RSS മേധാവിയുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിനെതിരെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വിമർശനമുയർത്തി. എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ സർക്കാരിനും പാർട്ടിക്കും മൗനം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് CPIM നിലപാട് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയെ MV ഗോവിന്ദൻ ന്യായീകരിക്കുകയും ചെയ്തു. എന്നാൽ വിവാദമുയർന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. MR അജിത് കുമാറും RSS നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മുന്നണിക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതോടെ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം കൂടി. സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നടത്തുന്നുവെന്ന് പറയുമ്പോഴും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നടപടികൾ ഉണ്ടാവുന്നില്ലെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. MR അജിത് കുമാറിനെ ഇനിയും സംരക്ഷിച്ചു നിർത്താൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. 24 തിരുവനന്തപുരം. RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച വിവാദമായതോടെ നിർണായക ചർച്ചകളുമായി മുഖ്യമന്ത്രി. ക്ലിഫ് ഹൗസിൽ പോലീസ് മേധാവിയുമായാണ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. പരാതികളും വിവാദവും ചർച്ചയായെന്നാണ് സൂചന. അതിനിടെ MR അജിത് കുമാർ 4 ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിച്ചു. പോലീസ് തലപ്പത്തെ രണ്ടാമൻ ക്രമസമാധാന ചുമതലയുള്ള ADGP തൃശൂരിലും തിരുവനന്തപുരത്തും RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വെളിപ്പെടുത്തൽ സർക്കാരിനും CPIMനും വലിയ തലവേദനയായിരിക്കുകയാണ്. വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് ഇന്നലെ രാത്രി ക്ലിഫ് ഹൗസിൽ നിർണായക ചർച്ച നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കിടേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. MR അജിത് കുമാർ ഉൾപ്പെട്ട വിവാദവും ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പരാതികളും ചർച്ചയായി. 1.5 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവന്നതിനു പിന്നാലെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യത്തിന് സർക്കാരിലും LDFലും പിന്തുണയേറുകയാണ്. പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിന് കാത്തുനിൽക്കാതെ മുഖ്യമന്ത്രി തീരുമാനമെടുക്കണമെന്നാണ് ആവശ്യം. വിവാദങ്ങൾക്കിടെ ADGP MR അജിത് കുമാർ അവധിയിൽ പ്രവേശിച്ചു. സ്വകാര്യ ആവശ്യത്തിനായി കുറച്ചുനാൾ മുമ്പ് നൽകിയ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പ് അവധി അനുവദിച്ചത്. 4 ദിവസത്തേക്കാണ് അവധി. 24 തിരുവനന്തപുരം. നടൻ നിവിൻ പോളി പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അന്വേഷണ സംഘം നേരിട്ട് 2 തവണ യുവതിയുടെ മൊഴിയെടുത്തിരുന്നു. സംഭവം നടന്ന തീയതിയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. ഒരിക്കൽ കൂടി പരാതിക്കാരിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം ആലോചിക്കുന്നു. യുവതിക്കെതിരെ നിവിൻ പോളി DGPക്ക് നൽകിയ പരാതി ഉടൻ എറണാകുളം റൂറൽ പോലീസിന് കൈമാറും. ബലാത്സംഗ കേസ് നേരിടുന്ന നടനും MLAയുമായ M മുകേഷിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയേക്കും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. വേതനവും ബോണസും നിഷേധിക്കുന്ന എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റിനെതിരെ സംയുക്ത സമരവുമായി തൊഴിലാളികൾ.
കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. മാനേജ്മെന്റ് തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സംയുക്ത സമരസമിതി പറഞ്ഞു. അതേസമയം പ്രതിഷേധം യാത്രക്കാരെയും ബാധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അർദ്ധരാത്രി മുതൽ തുടങ്ങിയ സമരമാണ്. അതായത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലെ അത് കൈകാര്യം ചെയ്യുന്ന കരാർ തൊഴിലാളികളാണ് ഇത്തരത്തിലൊരു പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. അത് ആദ്യം ഈ പറയുന്നത് പോലെ തന്നെ ഈ വിമാനത്താവളത്തിൽ എത്തിയവരെ വലിയ സാരമായി ബാധിച്ചില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ ബാധിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് ഇതിനു മുമ്പ് വന്ന 2 ഫ്ലൈറ്റുകളിലെ യാത്രക്കാർ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ കാർഗോ, അതായത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഒന്നും കറക്റ്റായി നടക്കാത്ത സാഹചര്യത്തിൽ അവരവിടെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലേറ്റാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം 45 മിനിറ്റോളം ഡോറ് തുറക്കാൻ തന്നെ ലേറ്റായി. കുഞ്ഞുങ്ങളായിട്ട് വന്നവരുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് മിന്നൽ പണിമുടക്കാരെന്നാണ് പറഞ്ഞത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ബോണസും ശമ്പളവുമാണ്. അത് പരിഷ്കരിക്കണമെന്ന ആവശ്യമാണ്. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചകൾക്ക് ശേഷവും അത് പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് അവർ പണിമുടക്കിലേക്ക് പോയത് എന്നുള്ളതാണ്. നമ്മൾ പണിമുടക്കാണ്, അനിശ്ചിതകാല പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കത്ത് അവർക്കും കൊടുത്ത് ലേബർ കമ്മീഷണർക്കൊക്കെ കത്ത് കൊടുത്ത് ചെയ്യുന്ന കാര്യമാണ്. സ്വാഭാവികമായും പട്ടിണി കിടക്കുന്ന തൊഴിലാളിക്ക് വേറെ ഒന്നും ചെയ്യാൻ മാർഗമില്ലല്ലോ. അവരുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരായ അദാനി മാനേജ്മെൻറ്റും കേരളത്തിലെ വ്യാപാരി സമൂഹവും വിശിഷ്യ ചേംബർ ഓഫ് കോമേഴ്സ് അവരുടെ പ്രതിനിധികളൊക്കെ നമ്മളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാം ഇക്കാര്യത്തിൽ ഇടപെടണം. ഏറ്റവും കുറഞ്ഞ കൂലിയെങ്കിലും കൊടുക്കാൻ, സ്കിൽഡ് തൊഴിലാളികൾക്ക് രാജ്യത്ത് കിട്ടുന്ന കൂലിയിലെ ഏറ്റവും കുറഞ്ഞെങ്കിലും കൊടുക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകണം. ബോണസ് എല്ലാ തൊഴിലാളികൾക്കും കിട്ടുന്നതാണ്. ഈ തൊഴിലാളികൾക്കും ന്യായമായ ബോണസ് നിയമത്തിൻ്റെ പരിധിക്കകത്തുള്ളത്, ഏറ്റവും പരിമിതം, അത് കൊടുക്കാൻ തയ്യാറാകണം എന്നുള്ളേ ഉള്ളൂ. അഹങ്കാരവും ധിക്കാരവും കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹാരമില്ല. വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ പണിമുടക്ക് നടന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയുടെ തൊഴിലാളികൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യാത്രികരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. മണിപ്പൂരിൽ സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയുമായി കൂടിക്കാഴ്ച നടത്തി. ഇംഫാലിലെ രാജ്ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. നിലവിലെ സാഹചര്യം മുഖ്യമന്ത്രി വിശദീകരിച്ചു. അടിയന്തര മന്ത്രിസഭാ യോഗവും ഇന്നലെ ചേർന്നു. കഴിഞ്ഞ ദിവസം ജിരിബാമിലുണ്ടായ ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ബിഷ്ണുപൂരിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. നുണപരിശോധനയിൽ കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ കൊലപ്പെടുത്തിയെന്ന കുറ്റം നിഷേധിച്ച് മുഖ്യപ്രതി സഞ്ജയ് റോയ് താൻ സെമിനാർ ഹാളിലെത്തുമ്പോൾ ഡോക്ടർ മരിച്ച നിലയിലായിരുന്നുവെന്നും മൃതദേഹം കണ്ട് താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് നുണപരിശോധനയിൽ സഞ്ജയ് റോയ് പറഞ്ഞത്. താൻ നിരപരാധിയാണെന്നും പോലീസ് തന്നെ കേസിൽ പെടുത്തുകയായിരുന്നുവെന്നുമാണ് മൊഴി. നേരത്തെ കുറ്റം ഏറ്റുപറഞ്ഞ ശേഷമാണ് സഞ്ജയ് റോയ് നുണപരിശോധനയിൽ മൊഴി മാറ്റിയത്. ഓഗസ്റ്റ് 25-ന് കൊൽക്കത്ത പ്രസിഡൻസി സെൻട്രൽ ജയിലിൽ നടത്തിയ നുണപരിശോധനയിലാണ് സഞ്ജയ് റോയ് കുറ്റം നിഷേധിച്ചത്. 10 ചോദ്യങ്ങളാണ് നുണപരിശോധനയിൽ CBI സഞ്ജയ് റോയിയോട് ചോദിച്ചത്. നുണപരിശോധനയിലെ മൊഴി കോടതി തെളിവായി സ്വീകരിക്കാറില്ല. ഭൂമി തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കാൻ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 25 സെന്റ് വരെയുള്ള ഭൂമി തരം മാറ്റ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിനാണ് അദാലത്തുകൾ. നിലവിൽ 2,83,097 അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. 71 ഓഫീസുകളിലാണ് തരംമാറ്റ അപേക്ഷകൾ പരിഗണിക്കുന്നത്. ഓരോ താലൂക്കിന്റെയും പരിധിയിൽ വരുന്ന അപേക്ഷകൾ നിശ്ചിത ദിവസങ്ങളിൽ അദാലത്തിൽ പരിഗണിക്കും. തിരുവനന്തപുരം നഗരത്തിൽ തുടരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായില്ല. രാവിലെയോടെ പരിഹരിക്കുമെന്ന മന്ത്രിതല യോഗത്തിന്റെ ഉറപ്പ് പാഴായി. പ്രശ്നം പരിഹരിക്കാത്തതിനെതിരെ അർദ്ധരാത്രിയിൽ BJP കൗൺസിലേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഹരി, ഇന്നലെ വിപുലമായൊരു യോഗമൊക്കെ നടന്നതിന് ശേഷം മന്ത്രി ഉറപ്പ് നൽകിയതാണ്, ഇന്നുകൊണ്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട് എല്ലായിടത്തും വെള്ളം എത്തും, സൗജന്യമായി തന്നെ കുടിവെള്ളം എത്തിക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഇനി എത്ര സമയമെടുക്കും ഇതൊന്ന് പരിഹരിക്കാൻ? ഗോകുൽ, ഈ കുടിവെള്ള പ്രശ്നം അത് പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഉയർന്ന പ്രദേശങ്ങളിലൊന്നും ഇപ്പോഴും വെള്ളം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരിക്കകം ഭാഗത്താണ്. ഇവിടെയൊക്കെ ഇത് ഒരു താഴ്ന്ന പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പൊതു ടാപ്പാണ്. ഈ പൊതു ടാപ്പിൽ ഇപ്പോൾ വെള്ളം വരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ വെള്ളം എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഉയർന്ന പ്രദേശങ്ങളിൽ അത് ഉച്ചയോടുകൂടി പരിഹരിക്കാൻ കഴിയും
ചെയ്യുമെന്നുള്ളതാണ് ഈ മന്ത്രിതലത്തിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു ഉറപ്പ് എന്നുള്ളതാണ്. ഇന്നലെ ഈ മന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതായത് ഉച്ചയോടുകൂടി പൂർണ്ണമായും അത് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇന്നലെ രാത്രിയിലൊക്കെ പ്രശ്നം ഉണ്ടായി നമ്മൾ കണ്ടതാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ BJP കൗൺസിലേഴ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. കാരണം ഇന്നലെ രാത്രി തന്നെ പലയിടങ്ങളിലും ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ഇടങ്ങളിലൊക്കെ ഈ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് വിതരണം ചെയ്യും എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ പലയിടത്തും അത് എത്തിയില്ല. അവസാനം ഇത്തരത്തിൽ ആളുകൾക്ക് സ്വകാര്യ ടാങ്കറുകൾ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ തരത്തിൽ അവർ പണം കൊടുത്ത് വെള്ളം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. ഏതായാലും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. പക്ഷേ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അത് എന്തായാലും ഉച്ചയോടുകൂടി തന്നെ പരിഹരിക്കും എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് പ്രതിപക്ഷമടക്കം നഗരസഭയിലെ പ്രതിപക്ഷമടക്കം പോകും എന്നുള്ളതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് ഈ മേയറെ അടക്കം ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മേയറെ അടക്കം തടയും എന്ന തരത്തിൽ പറഞ്ഞു. കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകും എന്ന് പറയുന്നു. ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് വരെ പോകും എന്നൊക്കെ ഇന്നലെ BJP കൗൺസിലേഴ്സ് അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാവിലെ ആകുന്നതേ ഉള്ളൂ. ഈ വെള്ളം എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂർണ്ണമായും ഈ വെള്ളം എത്തുന്നുണ്ടോ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ കരിക്കകം ഈ ഓൾ സെയിൽസിന്റെ ഭാഗത്തൊക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വെള്ളം എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ പ്രദേശവാസികളൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഗിൾ ശരി. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്ത് ജലവിതരണം പൂർണ്ണതോതിൽ ആയിട്ടില്ല. ഇപ്പോഴും ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തുന്നില്ല എന്ന പരാതി വരുന്നു. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇന്ന് രാവിലെ വെള്ളം എത്തിയിട്ടുണ്ട് എന്നതും ആശ്വാസകരമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നത് റെക്കോർഡ് വിവാഹങ്ങൾ. 358 വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ചിങ്ങമാസത്തിൽ വിവാഹങ്ങൾ കൂടുതലായി നടക്കുന്ന സമയമാണ്. ഇന്ന് ഇത് പ്രമാണിച്ച് ഇത്രയേറെ വിവാഹങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? മറ്റ് വിവരങ്ങൾ? ഗൂഗിൾ എന്തായാലും ഇന്ന് വലിയ വിശേഷപ്പെട്ട ദിവസം തന്നെയാണ്. ഏറ്റവും ചരിത്രത്തിൽ അല്ലെങ്കിൽ സമീപകാല റെക്കോർഡുകളിൽ ഏറ്റവും ഉയർന്ന റെക്കോർഡാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ രാത്രി വരെ ഏകദേശം 358 വിവാഹങ്ങളാണ് ഇവിടെ നടത്താനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഏകദേശം ഇപ്പോൾ 100-നടുത്ത് വിവാഹങ്ങൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദേവസ്വം ഭാരവാഹികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 മണി മുതൽ സാധാരണയിൽ നിന്നും കൂടുതൽ 1 മണിക്കൂർ നേരത്തെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചുള്ള ഈ വിവാഹങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. സാധാരണഗതിയിൽ അത് 5 മണിക്കാണ് ആരംഭിക്കുക. ഇന്നിപ്പോൾ പതിവിലും വിപരീതമായുള്ള തിരക്ക് കാരണം ഇത്രത്തോളം ബുക്കിംഗ് നേരത്തെ ഉണ്ടായതുകൊണ്ട് തന്നെ 1 മണിക്കൂർ നേരത്തെ അത് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ നിലയിൽ 4 വിവാഹ മണ്ഡപങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിന് പുറമെ ഇന്നത്തെ തിരക്കിനെ പരിഗണിച്ചുകൊണ്ട് 2 കൂടി അധികമായി ആകെ 6 വിവാഹ മണ്ഡപങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം അതിന് ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങളും അധികമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓരോ മണ്ഡപങ്ങളിലും ഓരോ ആളുകൾ ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത ആളുകളെ കയറ്റുന്നു. അതിന് ഒരു നിമിഷം പോലും വൈകുന്നില്ല. അധികം പോലീസിന്റെ സുരക്ഷയടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും അത് അധികം വൈകാതെ അതിനൊപ്പം തന്നെ ഈ ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനുള്ള അസൗകര്യം ഉണ്ടാകാതെ എല്ലാം കൃത്യമായി തന്നെ സജ്ജീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും 358 എന്നുള്ള ആ ഒരു എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാവില്ല. കാരണം ഇന്ന് രാവിലെ 8 മണി വരെ ഈ വിവാഹങ്ങൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഗൂഗിൾ എന്തായാലും ചരിത്രമെന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് ഈ വിവാഹങ്ങളുടെ എണ്ണം ഇന്നത്തെ ദിവസം ബുക്ക് ഇതിനു മുമ്പുണ്ടായത് 278 ആണ്. അതിലും 100-120 എണ്ണം കൂടുതലാണ് ഇന്നത്തെ ബുക്കിംഗ് എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ആ ഒരു തിരക്ക് പാരമ്യതയിലേക്ക് എത്താൻ രാവിലെ ഒരു അല്പസമയം കൂടി എടുക്കും. 7 മണിയോടുകൂടി കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ടോക്കണുകൾ ഇവിടേക്ക് കൊടുത്തു തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി അശ്വിൻ, ഏതായാലും ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുപിടിച്ച വിവാഹ തിരക്കാണ്. 358 വിവാഹങ്ങളാണ് ഇതുവരെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 100 വിവാഹങ്ങൾ പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച് ഈ സമയം കൊണ്ട് തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് അശ്വിൻ പാലാഴി നൽകുന്ന വിവരം. വരവായി പൊന്നോണം.
പാലക്കാട്ടെ ഓണാഘോഷം പൂർത്തിയാകണമെങ്കിൽ മാതേവരെന്നും മാവേലിയെന്നുമൊക്കെ അറിയപ്പെടുന്ന രൂപങ്ങൾ കൂടി വേണമായിരുന്നു. ഒന്നാം ഓണത്തിനും രണ്ടാം ഓണത്തിനും വീട്ടുമുറ്റത്ത് ഇടം പിടിച്ചിരുന്ന മാതേവരെ ഇപ്പോൾ അപൂർവം വീടുകളിലേ കാണാനാകും. അരയുടുക്കും താഴികക്കുടവുമായി 3 മാതേവരും 4 കാവൽക്കാരും അടങ്ങിയതാണ് ഒരു സെറ്റ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ എന്നതാണ് സങ്കല്പം. ഉത്രാടത്തിനും തിരുവോണത്തിനും വീടുകളുടെ മുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിൽ മാതേവരെ വെച്ച് 3 നേരം പൂജിക്കും. കളിമൺ പാത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്ന കുംഭാരന്മാരുടെ പ്രധാന വരുമാനമാണ് ഓണക്കാലത്തെ മാവേലി വിൽപ്പന. മാവേലി പറയുന്നത് സാധനം വിഷ്ണു ബ്രഹ്മാവ് ഇത് പരമേശ്വരൻ അങ്ങനെ ഉള്ളവനാണ് മാവേലി. പതിവ് തെറ്റാതെ ഇത്തവണയും കണ്ണന്നൂർ പാടത്ത് കുംഭാര സമുദായക്കാരുടെ വീടുകളിൽ മാവേലി നിർമ്മാണം തകൃതി. മുൻകാലങ്ങളിൽ വീടുകളിൽ തന്നെയാണ് രൂപങ്ങൾ നിർമ്മിച്ചിരുന്നതെങ്കിൽ കാലം മാറിയതോടെ ഇപ്പോഴെല്ലാം റെഡിമെയ്ഡായി മാറി. കുംഭാരന്മാരുടെ പ്രതിസന്ധി കളിമൺ ലഭ്യത കുറവാണ്. എവിടെ പോയി ചോദിച്ചാലും കളിമണ്ണില്ല, അത് കിട്ടാൻ പ്രയാസം. ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടാറുമില്ല. എന്ത് ചെയ്തിട്ടും പണിക്കൂലിയല്ലാതെ ബാക്കി ഒന്നുമില്ല. ഉത്രാട തലേന്ന് വരെ വിൽപ്പനയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരക്കിട്ട നിർമ്മാണത്തിലാണ് കുംഭാര സമുദായക്കാർ. 24 പാലക്കാട്. കോട്ടയം നഗരസഭ പെൻഷൻ തട്ടിപ്പ് കേസിൽ 1 മാസമായിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതിയായ അഖിൽ സി വർഗീസ് ഒളിവിൽ തുടരുകയാണ്. ഇതോടെ നഗരസഭയിലെ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നു. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് നഗരസഭാ സെക്രട്ടറി കോട്ടയം പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. 3 കോടിയോളം രൂപ ജീവനക്കാരനായ അഖിൽ സി വർഗീസ് തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും പ്രതിയായ അഖിൽ സി വർഗീസിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതി കേരളം വിട്ടുവെന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. എന്നാൽ ഇതുവരെ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. കേസ് ആദ്യം അന്വേഷിച്ച വെസ്റ്റ് പോലീസ് അഖിൽ സി വർഗീസിന്റെ നാട്ടിൽ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. പിന്നാലെ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം നിരീക്ഷിച്ചിട്ടും ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇതോടെ ആരോപണം നേരിട്ട ഭരണപക്ഷം പ്രതിപക്ഷത്തിന് നേരെ തിരിഞ്ഞു. ഇടതു സംഘടനയുടെ ഭാഗമായതുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തതെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. ഈ പ്രതിയെ നഷ്ടപ്പെട്ടു, പ്രതി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് പത്രത്തിലൊരു പരസ്യം കണ്ടു. ആ പരസ്യം കണ്ടതിന് ശേഷവും ഈ പ്രതിയെ പിടിക്കുന്നതിനോ നടപടി സ്വീകരിക്കുന്നതിനോ ഈ പണം വീണ്ടെടുക്കുന്നതിനോ കോട്ടയിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പോലീസ് തെളിവ് നശിപ്പിക്കാനും ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ് എന്നാണ് ജനങ്ങൾ പൊതുവെ വിശ്വസിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ പണവുമായി മുങ്ങിയതുകൊണ്ട് പ്രതി ATM ഉപയോഗിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ വാദം. പ്രതി ഫോൺ ഉപയോഗിക്കാത്തതും ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയായിട്ടുണ്ട്. ഇയാൾ രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ അതുകൊണ്ട് തന്നെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. 24 കോട്ടയം. എറണാകുളം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ആവശ്യത്തിന് പോലീസുകാരില്ല. സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ കസേരയും ഒഴിഞ്ഞു കിടക്കുന്നു. നിയമനത്തിന് നടപടിയില്ലാത്തതിനാൽ നാട്ടുകാർക്ക് പ്രതിഷേധം. 65 ഉദ്യോഗസ്ഥർ വേണ്ടിടത്ത് 49 പേരുടെ സേവനം മാത്രമാണിപ്പോൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലുള്ളത്. SHOയുടെ കസേരയും ഒഴിഞ്ഞുകിടക്കുകയാണ്. ചുരുങ്ങിയ നാളുകൾക്കിടയിൽ 3 SHOമാരാണ് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയത്. ജോലിഭാരവും മാനസിക സമ്മർദ്ദവും കാരണമെന്നാണ് വിലയിരുത്തൽ. പുതിയ SHOമാരായി പല പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇവർക്കാർക്കും പെരുമ്പാവൂരിലേക്ക് വരാൻ താൽപ്പര്യമില്ലെന്നാണ് വിവരം. ദിനംപ്രതി 100-ലധികം കേസുകളെത്തുന്ന പോലീസ് സ്റ്റേഷനാണിത്. സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ളവർ തന്നെയാണ് VIP സുരക്ഷ, ഡ്രൈവർ, സംസ്ഥാനത്തിന് പുറത്തുള്ള അന്വേഷണം തുടങ്ങി എല്ലാ ജോലികളും ചെയ്യുന്നത്. പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷം പരാജയപ്പെട്ട ചുരുക്കം ചില സ്റ്റേഷനുകളൊന്നാണ് പെരുമ്പാവൂർ. ഭരണപക്ഷ പാർട്ടിയിൽ സ്വാധീനമുള്ള സംഘടനാ പ്രതിനിധികൾ സ്റ്റേഷനില്ലാത്തതിന്റെ സൂചനയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. 24 കൊച്ചി. രാഹുൽ ഗാന്ധിയുടെ ത്രിദിന അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഡാലസിൽ പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പങ്കെടുക്കും. നാളെയും മറ്റന്നാളും വാഷിംഗ്ടൺ DC സന്ദർശിക്കും. അക്കാദമിക് വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ, വ്യവസായികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത്. സൂപ്പർ ലീഗ് കേരളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. ബോളിവുഡ് താരം ജാക്വലിൻ ഫെർണാണ്ടസിന്റെ നൃത്തവും സ്റ്റീഫൻ ദേവിസിയും ഡബ്സിയും എല്ലാം അണിനിരുന്ന സംഗീത നിശയുമൊക്കെയാണ്
ഉദ്ഘാടന ചടങ്ങ് പൊടിപൊടിച്ചത്. ലീഗിലെ വിജയികൾക്കുള്ള ട്രോഫിയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. കേരളത്തിന്റെ സ്വന്തം പ്രൊഫഷണൽ ലീഗ് സൂപ്പർ ലീഗ് കേരളയ്ക്ക് കൊച്ചിയിൽ ഗ്രാൻഡ് ലോഞ്ചിങ്. പന്ത് പാർന്ന പൂരത്തിന്റെ കൊടിയേറ്റമെന്നോണം ഉദ്ഘാടന ചടങ്ങ് ആട്ടവും പാട്ടും വെടിക്കെട്ടുമൊക്കെയായ വർണ്ണശബളം. ആരാധകരെ ഇളക്കിമറിച്ച് സ്റ്റീഫൻ ദേവസി, ശിവമണി, ആട്ടം ടീമിന്റെ മ്യൂസിക് ഫ്യൂഷൻ. പിന്നാലെ എത്തി ഇലുമിനാറ്റിയുമായ റാപ്പർ ഡെപ്സി. ഒടുവിൽ കാണികളെ ആവേശം കൊള്ളിച്ച് ജാക്വൽ ഫെർണാണ്ടസിന്റെ ഡാൻസ് നമ്പറുകൾ. പിന്നാലെ പൃഥ്വിരാജ് സുകുമാരൻ, ആസിഫ് അലി തുടങ്ങിയ ടീം ഉടമകൾ വേദിയിലേക്ക്. വിജയികളെ കാത്തിരിക്കുന്ന ട്രോഫി ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സഹ്യന്റെ മകൻ എന്ന ആശയത്തിൽ നിന്നാണ് സഹോ എന്ന ട്രോഫി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നിഖിൽ സോമനൊപ്പം അനിൽ വാസുദേവ്, 24. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 7ാം സ്വർണം. ജാവലിൻ ത്രോയിൽ നവദീപിലൂടെയാണ് സ്വർണ്ണ നേട്ടം. മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ഇറാൻ താരത്തെ അയോഗ്യനാക്കിയ സാഹചര്യത്തിലാണ് നവദീപിന്റെ വെള്ളി സ്വർണ്ണമാക്കിയത്. നിയമവിരുദ്ധ പതാക പ്രദർശിപ്പിച്ചതാണ് ഇറാൻ താരത്തിനെതിരായ നടപടിക്ക് കാരണം. ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നവദീപ്. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29ആയി. പാരാലിമ്പിക്സിന് ഇന്ന് സമാപനമാകും. ഇന്ത്യക്ക് ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ വേട്ടയാണ് ഇന്ത്യ ഇത്തവണ നടത്തിയത്. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.